നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യൻ വയലാർ രാമവർമ്മ അവരുടെ ജന്മദിനമാണ്. ആ മഹാനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തും. ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഓരോരോ മണ്ടന്മാരായി തോന്നും. ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. സത്യത്തിൻ്റെ മുഖം വികൃതമാണെന്ന് പറഞ്ഞ അത് ഒന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് EM എന്ന് പറയുന്ന EMS അതിബുദ്ധിരാക്ഷസനാണ്. ഒറ്റ കാരണത്താൽ അദ്ദേഹം പാർട്ടി പിളർന്നപ്പോൾ CPIയിലായിരുന്നു. അവിടെ നോക്കിയപ്പോൾ നേതാക്കൾ മാത്രമേ അവിടെയുള്ളൂ, അണികൾ ഇപ്പോൾ അവിടെ പെട്ടെന്ന് മാറി. അതിനേറ്റവും വലിയ ബുദ്ധിമാനാണ്, സമ്മതിച്ചു. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്താൽ സമയത്ത് കയ്യിൽ നോക്കി വാച്ച് കിട്ടാണ്ടായില്ല, ഷർട്ടിന് ബട്ടൺസ് ഇല്ല. വാച്ച് ആട് വായ്പ വാങ്ങിച്ച് ഷർട്ടിന് ബട്ടൺസ് നിന്ന് നോക്കി തന്നെ ആ ഭാര്യ വന്ന് തുന്നിക്കൊടുത്ത്. എന്താ ഈ പറയും, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ് സംഘ് പരിവാരം കൊടുത്തത്, സംഘ് അതിൽ വന്നതിന് ശേഷമാണ് ഇത്രയും വിട്ടിത്തരാകുന്നത്. അത് സംഘ് അതിന് മുമ്പ് വിട്ടിത്തരാണെന്ന് പറയും. എൻ്റെ സഖാക്കൾക്ക് അത് വലിയൊരു ഗമ്യമായിട്ടാണ്, വലിയൊരു കഴിവായിട്ടാണ് കാണിക്കുന്നത്. ഇതിങ്ങനെയാണ് വരുന്നത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഒരാൾ, മുഖ്യമന്ത്രി മീനി രാജ്യത്തെ നയിക്കുന്ന, പ്രത്യേക സംസ്ഥാനം നയിക്കുന്ന നമ്പർ 1 ഇന്ത്യൻ പ്രസിഡന്റ് നമ്പർ 1 ആണ്. ഇത് നമ്പർ 1 സ്റ്റേറ്റിൽ. ആ മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ഇപ്പോൾ വാച്ചില്ല, ബട്ടൺസ് ഇല്ല. അപ്പോൾ ഇനി എന്ത് പ്ലാനിങ് ആണോ ഇത്? പ്ലാനിങ് ബോർഡിന് ചെയർമാനാണ് മുഖ്യമന്ത്രി, CM. ഞാൻ EMS അല്ല പറയട്ടോ, മൊത്തത്തിൽ പറയാണ്. പ്ലാനിങ് ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് ഇത്രയും പ്ലാനിങ്ങിൽ പിന്നെ എങ്ങനെ ജനങ്ങൾ നന്നാക്കും? വലിയ കഥയാണ്, ഞാൻ ചുരുക്കി പറയാണ്. മറ്റൊന്ന് വേഗം പറഞ്ഞു തീർക്കണം. മറ്റൊന്ന് CH മുഹമ്മദ് പറഞ്ഞപ്പോഴേ, അത്രയും കാലം മുഖ്യമന്ത്രി കഴിഞ്ഞിട്ടും വീട്ടിൽ ഇപ്പം ബസൂരി കാശ് കാത്തിരുന്നു എന്ന് പറഞ്ഞ് അതൊരു കഴിവായിട്ടാണ് ചന്ദ്രിക പത്രവും ലീഗുകാരും പറയുന്നത്. എടോ, അത് കഴിവല്ലെന്ന്. എന്തൊരു സംസ്ഥാനം ഭരിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ രാജ്യം വർഷം ഭരിച്ച ആള് വീട്ടിൽ പോകാൻ ബസൂരി കാശുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് എന്ത് പ്ലാനിങ് ആണത്? അത് അത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണമല്ല, ദൂഷ്യമാണത്. അതുപോലെ ഞാൻ ഇപ്പോൾ പറയാൻ കാര്യം, മുനീർ സാഹിബിനോട് എനിക്ക് യാതൊരു ഇഷ്ടക്കുറവില്ല. മുനീർ സാഹിബ് പാവം മനുഷ്യനാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, സമയാസമയത്ത് ലോൺ എടുത്തിട്ട് സമയാസമയത്ത് അടക്കാതെ, ഇപ്പോൾ ലോൺ ഇപ്പോൾ ലീഗ് പാർട്ടി അടച്ചു എന്ന് പറഞ്ഞത്, അടക്കാതെ കുടിശ്ശിക വന്ന് അതൊരു ഇത് ജപ്തി നോട്ടീസ് വന്നപ്പോൾ അത് പരസ്യമായിട്ട് പറഞ്ഞ് അതൊരു കഴിവുകേടായി കണക്കാക്കരുത്. അത് കഴിവായി കണക്കാക്കരുത്, കഴിവേട് തന്നെയാണ്. കാരണം ലോൺ എടുത്ത് അറിയില്ലേ, ഒരു MLA മന്ത്രിയല്ലേ, എത്ര വർഷം ഉണ്ടായി, ജനങ്ങളെ സേവിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട പുരുഷൻ. ഒരു പെണ്ണ് പറഞ്ഞ് എല്ലാ നിലക്കും യോഗ്യനാണ്, സുന്ദരനാണ്, എല്ലാം ശരിയാണ്, ഒരു സംശയമില്ല. മുനീറിനെ സംബന്ധിച്ച് ഒരു പോറ്റം പറയാമല്ലോ, എല്ലാ നിലക്കും വിദ്യാഭ്യാസം സമ്പത്തൊക്കെ ഉണ്ട്. പക്ഷെ കിടപ്പോടത്തിൻ്റെ കുടിശ്ശിക 50 ലക്ഷം എത്തിയിട്ട് അത് ജപ്തി നോട്ടീസ് എത്തിച്ചു പറയുമ്പോഴേ എന്ത് പ്ലാനിങ്ങാണ് മുനീർ സാഹിബ്? എന്നാൽ അത് കുറ്റപ്പെടുത്തല്ല. ഈ പടച്ചോനെ എനിക്ക് അങ്ങനെ ഗതികൾ വരാതിരിക്കട്ടെ. നിങ്ങൾ ലോൺ എടുത്തേക്ക് സമയാസമയം നടക്കട്ടെ. നിങ്ങൾക്ക് ഒരു മന്ത്രിയായിരിക്കുമ്പോൾ 10-20 പ്രൈവറ്റ് സെക്രട്ടറി നിങ്ങളുടെ കാര്യം മാത്രം നോക്കാൻ, അല്ലാതെ എത്രയോ സംഘടന ഭാരവാഹികൾ, എത്ര കാര്യങ്ങൾ ആ സമയം ഇത് പണം അടിച്ച് കുടിച്ച് വരുത്താൻ നോക്കട്ടെ. ഇപ്പോൾ കുടിച്ച് അവസാനം ഇപ്പോൾ MLA സ്ഥാനം പോയി, എന്നാൽ അത് സർക്കാർ പാർട്ടിയോട് ചെയ്യിക്കുക എന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല, ഞാൻ തെറ്റുമ്പോഴില്ല. പക്ഷെ അതൊന്നും അതൊരു കഴിവായിട്ട് കണക്കാക്കരുത്. ഇപ്പോൾ മുസ്ലിം ലീഗ് ചന്ദ്രികക്ക് അതൊരു കഴിവായിട്ട് കണക്കാക്കാണ്. ബുദ്ധിയുള്ള വോട്ടർമാരല്ല അത് കഴിവായിട്ട് കണക്കാക്കും. അത് വരണം, അങ്ങനെ ചെയ്യേണ്ടത്. എന്ത് ഈ പറയുന്നത്? പിന്നെ അതൊക്കെ ഞാൻ ചുരുക്കി പറയണത്. നമ്മുടെ വിഷയം ഇന്ന് അതൊന്നുമില്ല. യുദ്ധത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ അസംബ്ലി ഇലക്ഷൻ മാത്രമാണ്. അറിയാലോ, കോൺഗ്രസ്സിൽ ആരെങ്കിലും വെളിവുള്ളവരുടെ പറയണം, വെളിവുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരും കേരളത്തിൽ പറയണം. കോൺഗ്രസ്സിൽ ഒരു വിഭാഗം UDF അധികാരത്തിൽ വരണമെന്നില്ല. ഞങ്ങൾ പണ്ട് പറഞ്ഞു, മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ഇന്നിപ്പോൾ സുധാകരൻ്റെ പ്രസ്താവന ഇട്ടില്ലേ, പാർട്ടി വന്നാൽ പിന്നെ രമേശാണ് മുഖ്യമന്ത്രി. രമേശാണ് മുഖ്യ എന്ന് പറയാൻ സുധാകരൻ എന്താണ് അവകാശം? ആരാണ് സുധാകരൻ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ? ചില പൊക്കി പൊടക്കുണ്ട്, ആകാശം പൊക്കെ ഇത് കുറച്ച് ഗുണ്ടായുസം കാണിച്ചാൽ കഴിവുന്നത്, അതാ കഴിവുന്നുണ്ട്. അയാൾ ആരായിരുന്നു? മുഖ്യമന്ത്രി പോലും, KPCC പ്രസിഡന്റ് പോലെയല്ല, പ്രതിപക്ഷ നേതാവല്ല, ആ ഒരു MP സ്ഥാനമുള്ളൂ. MP സ്ഥാനത്ത് ആ കാര്യം വേണം. മുഖ്യമന്ത്രി വിദേഹമാകുമെന്ന് സുധാകരൻ പറഞ്ഞെങ്കിൽ അത് ആ ഗുണമല്ല, അത് ദൂഷ്യമാണ്.
ഞങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പിന്നെ തിരിക്കുക 71 സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ നോക്ക്. 71 സീറ്റ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ UDF കിട്ടാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ട്. ഞങ്ങൾ പറഞ്ഞില്ല, ഇപ്പോൾ ഞങ്ങൾ മണ്ടനാവൂലേ? എന്തൊക്കെ ആയതോ എടോ, 2 ടേമിൽ എന്തുകൊണ്ടാണ് UDF തോറ്റുപോയത്? അത് കാരണം ഏതെങ്കിലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതായത് 40% വരുന്ന മുസ്ലിങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ അവർക്ക് അറബിക് സർവകലാശാല തുടങ്ങാതെ അവരെ കളിയാക്കിയതിൻ്റെയും വഞ്ചിച്ചതിൻ്റെയും പിന്നെ അവഹേളിച്ചതിൻ്റെ ഫലത്തിൻ്റെ ഒരു ബഹിഷ്കരണമായിരുന്നു ഈ 2% മുസ്ലിങ്ങൾ വലത്തേക്ക് നോക്കി, മുസ്ലിങ്ങൾ ഇടത്തേക്ക് നോക്കി. അങ്ങനെ 99 സീറ്റിൽ പിന്നെ CPM കിട്ടിയത്. അല്ല, CPM വളർച്ച കൊണ്ടോ CPM പാർട്ടി വളർന്നുകൊണ്ടല്ല. അതാണ് കാരണമെന്ന് കോൺഗ്രസ് ആർക്ക് മനസ്സിലായില്ലല്ലോ. ലീഗർക്ക് മനസ്സിലായി, ലീഗർക്ക് ഒട്ടും മനസ്സിലായില്ല, കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായില്ല. ഇപ്പോൾ 110 സീറ്റ് സതീശൻ പറഞ്ഞ് നടക്കാണ്. 110 എന്ത് കണ്ടീഷൻ, ഏത് കണ്ടീഷനിൽ? അത് ഞങ്ങൾ അന്ന് ഇന്ന് പറഞ്ഞു മുസ്ലിം ഇത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ മണ്ടനായി പോകും. അതാണ് മുസ്ലിം ലീഗുള്ള ഒരു ഭരണം കേരളത്തിൽ വേണമെന്ന് അധികം പേർക്ക് താല്പര്യമുള്ളൂ. UDF തന്നെ ചെറിയ വിഭാഗങ്ങൾക്ക് താല്പര്യമില്ല. CPMന്റെ ഇടതുപക്ഷവും കേരള ഗവൺമെൻറ് കംപ്ലീറ്റ് അവർക്ക് ഭരണം കയറാൻ നോക്കാണ്. കേന്ദ്ര ഗവൺമെൻറ് കംപ്ലീറ്റ് LDF സപ്പോർട്ട് അനുകൂലമാണ്. BJP പറഞ്ഞാൽ അതിനകത്ത് വരില്ലല്ലോ. പിന്നെ സംഘപരിവാർ, അത്ര ശക്ത സംഘപരിവാർ താല്പര്യം LDF വരാനാണ്. ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് ഈ സതീശൻ 110 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് സതീശ എന്ത് കണ്ടീഷൻ നിങ്ങൾ പറഞ്ഞത്? അതാണ് ഞാൻ ഈ കഴിഞ്ഞ 7 വർഷമായി നിരന്തരമായിട്ട് UDF പാർട്ടിയോടും ലീഗിനോടൊക്കെ ഒരു കാര്യം പറഞ്ഞത് എന്താണ്? ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് ആനുകൂല്യം കൊടുക്കണം, ആദ്യം കൊടുക്കണമെന്ന്. അത് കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഈ 40% വരുന്ന മുസ്ലിം സമുദായം ഇപ്പോഴും അവർ കളിയാക്കി വഞ്ചിച്ചില്ലേ? ഞാൻ ഇന്നലെ ഇതൊക്കെ പോട്ടെ 150 വോട്ട് ചെയ്യുമ്പോൾ ഞാൻ നോട്ടീസ് അടിച്ചിറങ്ങി ഞാൻ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ ഈ ഗ്രൂപ്പിലേക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാനില്ല. എന്നെപ്പോലെ മണ്ടനില്ല. അവർ ചോദ്യം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത കണക്കുദ്ധരിച്ചാണ്. എങ്ങനെയാണ് 110 സീറ്റ് കിട്ടുന്നത് കോൺഗ്രസ്സിന്? അവർ കണക്കുദ്ധരിക്കുക. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയാം. അതായത് 23% വോട്ടാണ് ഇവിടെ ഈഴവനുള്ളത്. അത് മനസ്സിലാക്കണം. വലിയ മണ്ടത്തരം പറഞ്ഞ് ഭാവന മഴക്കോട്ട കെട്ടില്ലേ? 23% വോട്ടുള്ള ഈഴവനിൽ 80% വോട്ടും കഴിഞ്ഞ വർഷമായിട്ട്, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വരെ LDFനായിരുന്നു. ആർക്കും സംശയമുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ അവർക്ക് വിവരമില്ല. വീടുകളിൽ ഒരു കോൺഗ്രസും സംശയമില്ല. 80% വോട്ടും കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വരെ LDFനാണ് കൊടുത്തിരുന്നത്. CPM ഈഴവൻ 23%, 80%. ഇനിയിപ്പോൾ ഇത്തവണ പിണറായി വിജയൻ 3ാമത് വരുമെന്ന് കണ്ടുകൂടി ഒരു 90% ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് LDFനാണ്. 90% പോയാൽ പിന്നെ ഞാൻ അവസാനം പറയാണ് 10% 100ൻ്റെ ബാക്കി. 10%ൻ്റെ 23 എന്ന് പറഞ്ഞാൽ 2.3 ആണ്. അല്ലെങ്കിൽ 23-ലെ 10% 2.3 ആണ്. 2.3 പിന്നെ BJP കോൺഗ്രസ് തിരിച്ചു കഴിഞ്ഞാൽ, അത് BJP കോൺഗ്രസ് തുല്യമാണ് ഈഴവൻ്റെ വോട്ട്. തിരിച്ചാൽ 1.15 ആണ് എന്ന് പറഞ്ഞാൽ എന്താ പറയും മണ്ടന്മാരുടെ മുമ്പിൽ? ഇത് 1.15 എന്ന് പറഞ്ഞാൽ 115 എന്ന് വെച്ചാൽ 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഈഴവൻ്റെ ഒരു വോട്ടാണ് കോൺഗ്രസ് മുന്നണിക്ക് കിട്ടുന്നത്. ഈഴവൻ്റെ ഒരു വോട്ടാണ് പിന്നെ BJP കിട്ടുന്നത്. ബാക്കിയുള്ള 23 വോട്ടിൽ 21 വോട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോവാണ്. അപ്പോൾ 100 വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് UDFന് കിട്ടുന്നത്. നമ്മൾ UDFയുടെ കാര്യം പറയാം, LDFന് വിട്ടുകളയാം, BJPന് വിട്ടുകളയാം. അപ്പോൾ ആ കാര്യം മനസ്സിലായോ? എന്നിട്ട് അവർക്ക് കൊടുത്തറിയോ? 20 സീറ്റ് കൊടുത്തിട്ടുണ്ട്. 20 സീറ്റ്. പണ്ട് കർണാടകയിൽ ഈ മണ്ടന്മാരെ കോൺഗ്രസ്സുകാർ 100 സീറ്റ് ആവശ്യപ്പെട്ട് ആ മണ്ടൻ ലാലുവിൻ്റെ മോൻ 100 സീറ്റും കൊടുത്ത് അവസാനം 23 സീറ്റിലും മറ്റേ ജയിച്ചുള്ളൂ. ബാക്കി 78 സീറ്റ് 70 സീറ്റ് തോറ്റുവിടില്ലേ? അതുകൊണ്ടാണ് ഭരണം പോയതോടെ. അല്ലെങ്കിൽ ലാലുവിൻ്റെ പാർട്ടിക്ക് ഭരിക്കായിരുന്നു. അത് കോൺഗ്രസ് മനസ്സിലാകുന്നില്ല. അതും ഇവിടെ സീറ്റ് 20 സീറ്റ് പിന്നെ ഈഴവന് കൊടുത്തേക്കാണ്. 20 സീറ്റ്. അതിൽ ചിലപ്പോൾ അതിൽ കൂടാൻ സാധ്യതയുണ്ട്. 20 സീറ്റ് കൊടുത്ത് ആകെ വോട്ട് ചെയ്യുമ്പോൾ 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് ഈഴവൻ്റെ വോട്ട് UDFന് കിട്ടുന്നത്. ഈ 20 സ്ഥാനാർത്ഥികൾ ആര് ജയിപ്പിച്ചെടുക്കും? എങ്ങനെ ജയിപ്പിച്ചെടുക്കും?
അപ്പം മിനിമം പറഞ്ഞാൽ ഈഴവൻ്റെ വോട്ട് 40% UDF കിട്ടണം, എങ്കിലേ ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അത് കഴിഞ്ഞ് ഇനി അടുത്ത മറ്റു നായരാണ്, 9%, 9%. ആ നായർക്ക് കൊടുത്ത സീറ്റ് എത്രയോ? ഇതിൽ കണക്ക് പറയുന്നത് വെച്ചാൽ 21 കാണുന്നുള്ളൂ, അതൊന്നും അതിൽ കൂടുതൽ സാധ്യതയുണ്ട്. കംപ്ലീറ്റ് ലിസ്റ്റോടെ കൊടുത്തിരിക്കുകയാണ്. അവർക്ക് എത്രയുണ്ട്? അവരുടെ വോട്ട് ഈ പറയും 9% വോട്ടിൽ 50% വോട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വരെ BJPക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന നായർ വോട്ട്. കാരണം RSSൻ്റെ ബേസ് കേരളത്തിൽ നായന്മാരാണ്. ഈഴവന്മാർ അത്രയൊന്നുമില്ല, വന്നു കൂടിയിട്ടുള്ളൂ. അപ്പോൾ 50% കഴിഞ്ഞ് ഇത്തവണ ഏതാണ്ട് ഒരു 70, ചന്ദ്രശേഖർക്ക് വന്നുകൂടി 70%. അന്ന് പിന്നെ സുരേന്ദ്രൻ ചോരാണല്ലോ, ഇപ്പം നായരാണല്ലോ, അത് കോടീശ്വരൻ നായർ. 70% പോവും. 70% പോയാൽ 30%. അപ്പോൾ 9 30%, 9 27, 2.7 ആണ്. 2.7 എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പം രണ്ടാക്കുമ്പോൾ ഒരു ഭാഗം ആക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ്, ഒരു ഭാഗം കോൺഗ്രസ് പോകും. രണ്ടാക്കുമ്പോൾ 1.35 ആണ്. 1.35 ആണ് ഒരു ഭാഗം, മറ്റു ഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 100 വോട്ടുമാർ ചെയ്യുമ്പോൾ നായരുടെ വോട്ട് ഒരു വോട്ടാണ് UDF കിട്ടുന്നത്. ആ ഒരു വോട്ടാണ് LDF കിട്ടുള്ളൂ. ബാക്കി BJPക്ക് 7 വോട്ട് BJPക്ക്. എന്നിട്ടാണ് അവർ 6 പേര് 7 പേര് മുഖ്യധാരണ സമിതി അതൊക്കെ ആയിക്കോട്ടെ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഇപ്പോൾ രമേഷിൻ്റെ പേര് മുഖ്യമന്ത്രി പറയേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ സുധാകരൻ്റെ ഉദ്ദേശം മോശമല്ലേ? ഇനി അത് നോക്കുക. ഇനി ദളിതിനെ കുറിച്ച് പറയണ്ട, 10% ഉണ്ട്, അവർ ഓരോ വോട്ട് കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ക്രിസ്ത്യൻ സമുദായത്തെ വോട്ടാണ് ഇത്. സതീശ് ഇതൊക്കെ മനസ്സിലാക്ക്, മണ്ടന്മാരെ മനസ്സിലാക്ക്. ഇനി ഒരു അവസരമില്ല. ക്രിസ്ത്യൻ സമുദായം 15% കേരളത്തിലുള്ളത്, അല്ല 5% കൺവേർട്ട് ക്രിസ്ത്യൻ, ബാക്കി 10% ഉള്ളൂ. അതിലൊരു 5% വോട്ട് UDF കിട്ടും, 3% LDF, 2% BJPക്കും, അത്രയ്ക്കേ പോവുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ട് ക്രിസ്ത്യാനി വോട്ട് UDF കിട്ടും. മനസ്സിലായോ? അപ്പോൾ 5 1 6 1 7, 100 വോട്ട് ചെയ്യുമ്പോൾ 7 വോട്ടാണ് UDFന് ക്രിസ്ത്യാനിക്ക് 1000 ചോദ്യം കിട്ടുന്നത്. ഈ കണക്ക് ഒരു ലീഗാരും പറയില്ല, അറിയില്ല അവർ പറയുന്നത്. ഒരു കോൺഗ്രസ്സുകാരും പറയില്ല, അറിഞ്ഞാലും പറയില്ല, സതീശനും പോലും പറയില്ല. അപ്പം 100 വോട്ട് ചെയ്യുമ്പോൾ 7 വോട്ടാണോ ഈ പറഞ്ഞ ഈഴവൻ്റെയും ക്രിസ്ത്യാനിയുടെയും പിന്നെ നായരുടെയും കൂടി UDF കിട്ടുന്നത്. 7 വോട്ട് കിട്ടിയാൽ ഭരിക്കാൻ പറ്റുമോ? ചുരുങ്ങി 35 വോട്ടിലും കിട്ടണ്ടേ? ബാക്കി 29, 7, 36, 28 വോട്ട് എവിടുന്ന് കിട്ടും? ആര് തരൂടോ? ആ 28 വോട്ട് തരുന്നതാണ് 33% മിനിമം ഉള്ള മുസ്ലിങ്ങൾ തരുന്നത്. 33%-ൽ 3% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബാക്കി 30% വോട്ടും UDFനാണ്. അപ്പം 30 വോട്ട് കിട്ടുന്നത് ഈ കാക്കാമാർ വോട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പുകഴ്ത്തി പറഞ്ഞ് എങ്ങനെന്ത് വന്നാലും 75 സീറ്റ് ഉറപ്പാണ്, ഗ്യാരണ്ടി. അത് ഇന്നലെ പറഞ്ഞത്. ഇന്നിപ്പോൾ അതൊക്കെ കേട്ട് തകടം പറഞ്ഞ് ബുദ്ധിജീവികൾ, ചെറുപ്പക്കാർ, വിദ്യാഭ്യാസമുള്ള ചിന്തന്മാരൊക്കെ എന്നെ കൊല്ലുന്നില്ല എന്നുള്ളൂ. ഷാ സാർ എന്ത് നോക്കിയാൽ പറഞ്ഞു, എവിടെ നോക്കിയാൽ പറഞ്ഞു, എന്നെ കുറ്റപ്പെടുത്താണ്. ഞാൻ ആരോടും കാശ് വാങ്ങിച്ചാൽ ചായയോ സതീഷോട് ചായ കുടിച്ചിട്ടില്ല, കോടികൾ കൈകാര്യം ചെയ്തിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ വോട്ട് അങ്ങനെ 27%, 30 വോട്ട്, 100 വോട്ട് ചെയ്യുമ്പോൾ 30 വോട്ട് കിട്ടുന്ന മുസ്ലിം സമുദായത്തിൽ കൊടുത്തിരിക്കുന്നത് 35 സീറ്റാണ്. മറ്റു ഒരു സീറ്റ് കിട്ടുന്നവർക്ക് 20, 25 സീറ്റ് കൊടുക്കും. 5 സീറ്റ് കിട്ടുന്ന ക്രിസ്ത്യൻ സമുദായത്തിന് 40 സീറ്റാണ്. 36 കണക്കിൽ പിന്നെ സീറ്റാണ്. ബാക്കി അതേ സ്ഥാനത്ത് 30 വോട്ട് കിട്ടുന്ന ഈ സമുദായത്തിന് 34, 35 വോട്ടാണ് കൊടുത്തത്, സീറ്റാണ് കൊടുത്തത്. ഇത് ആനുപാതികം നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ആനുപാതികം നോക്കിക്കഴിഞ്ഞാൽ 10% ഉള്ളവർക്ക് എത്ര കൊടുത്തിട്ടുണ്ട്? എത്ര ഇരട്ടിയാണ് കൊടുത്തിരിക്കുന്നത്? അത് 30% ഉള്ളവർക്ക് വളരെ കുറച്ച്. അപ്പോൾ എങ്ങനെ നോക്കിയാലും റേഷ്യോ ആനുപാതി നോക്കിയാലും മുസ്ലിം സമുദായത്തിൽ കൊടുത്ത സീറ്റുകൾ വളരെ പരിമിതമാണ്, വളരെ കുറവാണ്. ഇങ്ങനെ പറയുമ്പോൾ അറബിക് സർവകലാശാല തുടങ്ങാതെ ലീഗുകാർ ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ പറ്റിച്ച് കളിയാക്കി അവഹേളിച്ച് ആ ക്ഷീണമൊക്കെ തീർത്ത് ഞങ്ങൾ പറഞ്ഞെല്ലാം കേട്ട് അവർ ഏതാണ്ടൊന്നും മടിയുവരാണ്. അന്നും ഞങ്ങൾ ശക്തമായിട്ട് ഈ സതീഷോടും രമേശോടും മുഴുവൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ആ ജനസംഖ്യക്ക് ആനുപാതികം ഒരു 47 സീറ്റെങ്കിലും മുസ്ലിങ്ങൾ കൊടുക്കണം, അതിൽ ഒരു അമാന്തം വയ്ക്കരുത്, എങ്കിലും വോട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അതിൽ 4 ഡസൻ ചോദിച്ചെടുത്ത് 3 ഡസൻ വൃത്തിയാക്കാണ്. 3 ഡസൻ ഇല്ല, 35 ഉള്ളൂ, ബാക്കി കുറവുണ്ട്.
ഇപ്പം ഇവർ ചോദിക്കുന്നതല്ല ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം, വായേ ഇതാണ് കണക്കുകളെങ്കിൽ എന്തിനു ഈ അവഹേളനം കേട്ടുകൊണ്ട് ഈ കത്തോലിക്ക കോൺഗ്രസ് എന്തിനു വോട്ട് ചെയ്യുന്ന ചോദിക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾ ചോദിക്കുകയാണ്, ഇതിനെ വടക്കേലും മുസ്ലിം ചോദിക്കുന്നത്. അതിന് ഞാൻ ഒരു കാര്യം പറയട്ടെ, സോണിയാജിയെ എന്തോ ആരോഗ്യ പ്രശ്നക്കാരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്, എത്രയും പെട്ടെന്ന് അസുഖം മാറി പുറത്ത് വരണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസിനെ കൊണ്ട് എന്ത് നേട്ടം മുസ്ലിം സമുദായത്തിൽ? ലീഗിന് നേട്ടമുണ്ട്. ലീഗിന് നേട്ടം ഞാൻ പറഞ്ഞില്ലേ, 4-1 വോട്ടം ലീഗിനുള്ളൂ. പക്ഷെ അവർക്ക് 27 സീറ്റിലും 4 പോയിട്ട് 23 സീറ്റും കിട്ടിയിട്ടുണ്ട്. അവർ ഹാപ്പിയാണ്, അവർക്ക് കുഴപ്പമില്ല. അവർക്ക് ജനസംഖ്യ ആനുപാതി നോക്കിയാൽ അവർക്ക് ഇതൊന്നും കിട്ടില്ല. 4-1 കിട്ടുകയാണെങ്കിൽ 15 സീറ്റ് പോലും കിട്ടില്ല. അപ്പോൾ 30 സീറ്റ് കിട്ടിയപ്പോൾ 8 സീറ്റല്ലേ. അപ്പോൾ ഒരു പ്രശ്നമില്ലതേ. പ്രശ്നമുള്ളത് മുഴുവൻ കേരളത്തിലെ മുസ്ലിം ബാങ്ക് സമുദായത്തിലാണ്. ലീഗ് ഒഴിച്ചുള്ള ബാക്കി മുസ്ലിം സമുദായത്തിലാണ്. ഇത് ഞാൻ പറയുന്നല്ല, ബുദ്ധിയുള്ള ചെറുപ്പക്കാർ, നല്ല PhD ഡോക്ടറേറ്റുകളുള്ള PhD ഒക്കെ ബുദ്ധിയുള്ളവർ പറയാണ്. അവർ പഠിക്കുകയാണ് കാര്യങ്ങൾ. സാഹചര്യം വന്നു, അനുഭവം വന്ന് അവസരമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയും. നമുക്കൊരു ആവശ്യം വരും, തൻ്റെ സൃഷ്ടി നടന്നു പോകുന്ന പോലെ അവർ പഠിച്ചവരാണ്. എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാനില്ലെന്നേ. ഞാൻ അതുകൊണ്ട് നേരത്തെ 7 വർഷം മുമ്പ് മുതൽ ഞാൻ ഈ കോൺഗ്രസ്സിലെ മണ്ടന്മാരായ നേതാക്കളോട് പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമുട്ട് കാണിക്കില്ലേ. പണ്ട് മൂത്താശ്ശേരി പറഞ്ഞേ മക്കൾ പട്ടികളിരുന്നു. ഞാൻ ഇത് പറയുമ്പോൾ മുസ്ലിങ്ങളിൽ പിന്നെ മുസ്ലിം സമുദായത്തെ പല കള്ളന്മാർക്കും ഇഷ്ടാവില്ല. അതിന് കോൺഗ്രസ് നിൽക്കുന്ന മുസ്ലിങ്ങളും ലീഗിലും മുസ്ലിങ്ങളും അവർ മാത്രം കൊണ്ട് ജയിക്കില്ലല്ലോ. പുറത്ത് നിൽക്കുന്ന 50% അല്ലേ. മൂത്താശ്ശേരി എന്താ പറഞ്ഞ് ഭാര്യയോട് പറഞ്ഞ് മക്കളെ പട്ടികിടല്ലേന്ന്. പട്ടികിട. അപ്പോൾ ഉള്ളത് മുഴുവൻ മക്കൾ കൊടുത്ത്. അങ്ങനെ ഭക്ഷണം കുറഞ്ഞ് മൂത്താശ്ശേരി കിടപ്പായപ്പോൾ മക്കൾ പട്ടിണിയായി. അപ്പോൾ മൂത്താശ്ശേരി പറഞ്ഞ് എന്നെ പട്ടികിടയെന്നാണ് പറഞ്ഞത്. പക്ഷേ പറഞ്ഞതാണ് മക്കളെ പട്ടികിടയതാ. അതുപോലെ ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് നിങ്ങൾ സീറ്റ് തരാണ്, ഞങ്ങളുടെ പാർട്ടി ഒന്നായിട്ട് ആവശ്യമില്ല, ഈ സമുദായത്തെ തൃപ്തിപ്പെടുത്തണം. പക്ഷെ ചെയ്തില്ല. വളരെ കുറച്ച് സീറ്റ് കൊടുത്തത്. അത് ആലോചിച്ച് നോക്കി, എന്ത് വ്യത്യസ്തമാണ് ക്രിസ്ത്യൻ സമുദായം. വർഗീയമാണെങ്കിൽ എൻ്റെ ആ വർഗീയം നിങ്ങൾ അംഗീകരിക്കുക, എതിർത്ത് കുഴപ്പമില്ല. സത്യം പറയാതിരിക്കാമില്ല. 10% ജനസംഖ്യയിൽ ക്രിസ്ത്യൻ സമുദായം കേരളത്തിലുള്ളത്. 5% കണ്ണൂർ ക്രിസ്ത്യാണ്. അവർക്ക് കൊടുത്ത സീറ്റ് എത്രയാണെന്ന് അറിയുമോ? 10% കൊടുത്തിരിക്കുന്നത് ക്രിസ്ത്യൻസിന്. 35-36 സീറ്റുകളുണ്ട്. അതിൽ ഏതാണ്ട് 40 സീറ്റോളം വരും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 40% കൊടുത്തും അത് തന്നെ സീറ്റാണ്. 1:4, 4 വ്യത്യാസമില്ലേ. 4 ഇരട്ടിയിലൊന്നും 4-1 വ്യത്യാസം, 4 ഇരട്ടി വ്യത്യാസമില്ല ഇവിടെ. ഇത് കണ്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസ ചെറുപ്പക്കാർ കോൺഗ്രസ് ജയിക്കണം എന്നുള്ള അവർ ഞങ്ങൾക്ക് എന്ത് കടപ്പാട്, എന്ത് ബാധ്യത? ഇതിൽ കൂടുതലൊന്നും RSS വന്നാൽ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനുള്ള പരമാവധി ചെയ്തു കഴിഞ്ഞു. സമുദായത്തെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ RSS ഹിന്ദുരാഷ്ട്രം വന്നാൽ ഇതിൽ കൂടുതൽ ചെയ്യാനില്ല എന്താ അവർ പറഞ്ഞത്. അപ്പം പിന്നെ ഇത് ചെയ്യണ്ടേ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു വിഭാഗം എനിക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടണം, അല്ലെങ്കിൽ BJP വെച്ചോട്ടെ എന്നുള്ള ആഗ്രഹക്കാരുണ്ട്. കുറച്ച് പേരുള്ളൂ. അതുകൊണ്ടൊക്കെ ഇങ്ങനെ മുസ്ലിം സമുദായത്തെ ഇത്തവണ മാറിയാൽ വോട്ട് ഭരണം പോള് മനസ്സിലായി. ഇപ്പോൾ എന്തു പറയും? അവസാന നിമിഷം നമ്മളൊക്കെ പറഞ്ഞ് അത് ഇത്തവണ കൂടി ക്ഷമിക്കുന്നത് അവർ സമ്മതിക്കുന്നില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇപ്പോൾ ദേശീയ ലെവലിൽ രാഹുൽ ഗാന്ധി കാര്യം പറയാം. ദേശീയ ലെവലിൽ 20% വരുന്ന 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ 99.9% വോട്ട് കൊടുത്തിരിക്കുന്ന ഈ കോൺഗ്രസ് നയിക്കുന്ന കത്തോലിക്ക കോൺഗ്രസും അത് നയിക്കുന്ന മുന്നണിക്കാണ്. എന്നിട്ട് എന്ത് കൊടുത്തുള്ളൂ ഈ സമുദായത്തിൽ? എന്ത് കൊടുത്തു? ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞാൽ ഇപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കുന്നതാണ്, നിങ്ങളിത് അടിച്ചുപൂട്ടി പോലെ ഞങ്ങൾ വന്നും കല്ലെറിയും എന്ന് പറയുകയാണ്. നിങ്ങളെന്താണ് കോൺഗ്രസ് വേണ്ടി വാദിക്കുന്നത് സമുദായത്തെ ഒറ്റ കൊടുത്തോണ്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ ശരിയല്ലേ? കണക്ക് ശരിയല്ലേ? 99.9% വോട്ട് കൊടുത്തിരിക്കുന്ന ആർക്കാണ്? മുസ്ലിങ്ങൾ കൊടുത്തിരിക്കുന്നത് പിന്നെ കോൺഗ്രസിനാണ്. എന്നിട്ട് എന്ത് പരിഗണന കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്? വയനാട്ടിൽ വന്ന് ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് ജയിച്ചു പോയില്ലോ ഈ മക്കളെല്ലാം. എന്ത് ചെയ്ത് ഈ സമുദായത്തിന് വേണ്ടി ദേശീയ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ? എന്ത് അർഹതയാണ് ഈ 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് കിട്ടുന്ന ഈ നായർ വിഭാഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറയും? നിങ്ങൾ എന്ത് മാനദണ്ഡം? എന്താണ് നിങ്ങളുടെ പ്രിവിലേജ്? അല്ലെങ്കിൽ 10% ക്രിസ്ത്യാനിക്ക് 40 വോട്ട് കിട്ടണം, 40 വോട്ട് സീറ്റ് കിട്ടണം എന്ന് പറയും. എന്ത് പ്രിവിലേജ് ഒന്നും ഇല്ലെന്നിപ്പോൾ. അതൊക്കെ വെറും തോന്നലാണ്. അഭ്യാസം വേഷം കിട്ടുന്ന എടുക്കരുത്. അന്ന് 7 വർഷം പോലും ഞങ്ങൾ കരഞ്ഞ് പറഞ്ഞു, നിങ്ങൾ അപകടം കാണിക്കില്ലേ, മോശമാണെന്ന്. ഇത് ഞാൻ ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു കാര്യം ചെയ്തു. ചിലപ്പോൾ അവിടെ മാനേജർ വളരെ സുഹൃത്താണ്. ആൾ പേര് പക്ഷേ അച്ചീന്ന് കൂടിയാണ്. ചേട്ടാ ഇപ്പം ഇത്തവണ UDF പോരില്ലേ? എവിടെ പിള്ളേ വരാൻ?
അല്ലെ പുള്ളികൾക്ക് അതിൻ്റെയൊക്കെ പ്രായം എങ്ങനെ BJP ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്, അത് ഈസിയൊന്നും അല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ പുറത്ത് പറയാൻ കൊള്ളില്ലല്ലോ. ആ മനുഷ്യൻ പുള്ളിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഇതാണ് അവസ്ഥ. കേരളത്തിൽ UDF 110 സീറ്റ് കിട്ടുന്നത് ഏത് മാനദണ്ഡത്തിൽ, എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു 75 സീറ്റ് തന്നെ ഭാഗ്യം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ 110 പ്രതീക്ഷിച്ച് സ്വപ്നം കണ്ട് കിടക്കാണ്. ഇതിനേക്കാൾ സ്വപ്നമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഉപമുഖ്യനായിട്ട് കുഞ്ഞാക്ക പാർലമെന്റിൽ നിന്ന് രാജ്യത്തൊക്കെ പോകുന്നതാണല്ലോ. അവസാനം വീണ തലയില്ല. ഇത്തവണ സ്ഥിതി തന്നെ വ്യത്യസ്ത വരാൻ സാധ്യതയില്ല. എന്താ കാരണം? നിങ്ങൾക്ക് ഇപ്പോഴും കാര്യം അറിയില്ല. നിങ്ങൾക്ക് ഏതോ ദിവാസ്വപ്നത്തിലാണ്. പഴയ കാലിച്ചൊക്കെ ചൊന്ന ചെയ്ത കാക്കന്മാരെല്ലാവരും ഇപ്പോൾ കേരളത്തിലുള്ളത്. അത് ഞാൻ K. രാധാകൃഷ്ണനോട് ഇപ്പോൾ ഒരു കാര്യം പറയാം. അറിയോ, ഇവിടെ ഓണം വന്ന് കഴിഞ്ഞ ദീപാവലിക്ക് ഇന്ത്യയിൽ 1000 കോടി രൂപയുടെ പടക്കം പൊതിച്ച്. ക്രിസ്മസിനും ഓണത്തിനൊക്കെ 400 കോടി രൂപയുടെ മദ്യം വിറ്റാണ് കേരളത്തിൽ. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ചെറിയ പെരുന്നാൾ കടന്നുപോയി. 10 പൈസയുടെ മദ്യം വിറ്റിട്ടില്ല അതിൻ്റെ പേരിൽ. മറിച്ച് അവർ 400 കോടി രൂപ എന്ത് ചെയ്തു? പാവപ്പെട്ടവർക്ക് അരി കൊടുത്ത്. ഒരു കൊല്ലത്തിൽ 500 കോടിയോളം രൂപയുടെ അരി മാത്രം അവർ പാവപ്പെട്ടവർ കൊടുക്കുന്നുണ്ട്. അതിൽ 2000 കോടി രൂപയുടെ സതുക്കൈ വലിയ പെരുന്നാളിൽ കന്നുകാലികളെ അറുത്ത് കൊടുക്കുന്നത് 2000 കോടി രൂപ. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞു, അതിൽ 1000 കോടി എടുത്തിട്ട് നിങ്ങൾ പിന്നെ ഹോസ്പിറ്റലില്ലാത്ത വടക്കേനി സംസ്ഥാനത്തോടെ തുടങ്ങ് അതൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. കാരണം പഴയ മുസ്ലിം സമുദായമല്ല കേരളത്തിലും അവർ വെൽ സ്റ്റഡിയഡാണ്. അവർക്ക് കാര്യങ്ങൾ അറിയാം, മനസ്സിലാകുന്നുണ്ട്. അവർക്കൊന്നും സ്ഥാനം വേണ്ട. പക്ഷെ അവർക്ക് ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള ആനുകൂല്യം കിട്ടണം എന്ന് പറഞ്ഞത്. അത് യുവാക്കളെ പറയുന്നത്. അവിടെ നമ്മൾ എന്ത് സമ്മാനം പറയും? 10% ആലോചിച്ച് നോക്കി. 10% ഉള്ളവർക്ക് 40-50 സീറ്റ്, 40% ഉള്ളവർക്ക് 35 സീറ്റ്. ഇതെന്ത് ന്യായമാണ്? എന്തുകൂടാ? അതിൽ 95% വോട്ടും ചെയ്യുന്നത് ഈ കോൺഗ്രസിനാണ്, അല്ലെങ്കിൽ UDFനാണ്. ദേശീയ വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കാണ്. എന്നിട്ട് എന്ത് അംഗീകാരം, എവിടെ അംഗീകാരം കൊടുക്കേണ്ടത്? ഇനിയത് പറ്റില്ലവനാ. അതിൻ്റെയാണ് പണ്ട് അംബേദ്കർ പറഞ്ഞത്, കാൻഷാ പറഞ്ഞത്, ഇപ്പം മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറഞ്ഞത്, ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ടെന്നേ. അങ്ങനെ വേണ്ട. അങ്ങനെ വേണ്ട തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ 100-ൽ 7 സീറ്റ് വോട്ട് കിട്ടി നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റുമോ? ഇനി ലീഗിൻ്റെ ചേർന്ന് കോൺഗ്രസിൽ കാക്കന്മാർ ചേർന്ന് അപ്പോഴും ഒരു 100, 15, ഒരു 20 കൂടി വരില്ല. അപ്പോൾ കിടക്കാണ് 15% വ്യത്യാസം. 40% വോട്ട് പുറകെ. ഈ 40% വോട്ട് അതിൻ്റെ ക്ഷീണം തീർക്കുന്നത് ഈ മുസ്ലിങ്ങൾ വോട്ട് കിട്ടിയാണ്. ഏത് ലീഗുകാരും കോൺഗ്രസും അല്ലാത്ത മുസ്ലിങ്ങളെ അവർ 50% കൂടെ ഉണ്ട്. അവർക്ക് പറയുന്നത് നിങ്ങൾ അവരെ ചോദിക്കുന്നത് എന്ത് ന്യായം? അത് ഞാൻ അന്ന് കയ്യെ കാല് പിടിച്ചല്ലേ. എവിടെ നിങ്ങളുടെ ദൃഷ്ടി ഞാൻ കോടീശ്വരനില്ല, വലിയ ഇമ്പാലക്കാലം നടക്കുന്നില്ല. ഞാനിപ്പോൾ ആക്റ്റീവിൽ നടക്കാൻ കാരണം ഈ വൈറ്റമിൻ ഡിയുടെ ഷോർട്ടേജ് അത് മാറണമെങ്കിൽ വെയിൽ കൊണ്ട്, അതുകൊണ്ട് ഞാൻ ആക്റ്റീവ് പോകുന്നു. എൻ്റെ വീട്ടിൽ കാർ കിടപ്പൊക്കെ ഉണ്ട്, അത്യാവശ്യം സൗകര്യമൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ അത് കാണിക്കണില്ല. പക്ഷേ ഈ ഭരണം UDF വീടുന്ന ആഗ്രഹമുണ്ടായിരുന്നു. കാരണം LDF നിലനിൽക്കുന്ന ആഗ്രഹമുണ്ട്. LDF നിലനിൽക്കണമെങ്കിൽ UDF ഭരണം വേണം, അല്ലെങ്കിൽ LDF പോവും UDF പോവും. എന്നിട്ട് തമ്മിത്തല്ലി കാലുവാരി നടക്കും. സുധാകരൻ വേണം അങ്ങനെ മുഖ്യമന്ത്രി ആകണമെങ്കിൽ ആരാകണം? രമേശിനെ ആക്കണം. ആക്കണോ? രമേശ് മുഖ്യമന്ത്രി ആക്കാൻ പറഞ്ഞത് ആന്ധ്രയുടെ സുധാകരൻ ആരോടും തന്നെ ഏൽപ്പിച്ചത്. അത് MLA വരുമ്പോൾ ഭൂരിപക്ഷം MLA പറഞ്ഞ ആളെടുക്കും. അതിനുവേണ്ടി ഹൈക്കമാൻഡും ഇടപെടും. അത് ഇലക്ഷൻ കിട്ടെ, 70 സീറ്റ് കിട്ടട്ടെ. അറ്റ്ലീസ്റ്റ് 70 സീറ്റിൽ UDF കിട്ടട്ടെ, എങ്കിലേ പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാര്യം അതില്ല. ഇത് 110 സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയണം, അന്ന് പറയാണ്, ഇവിടെ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു സീറ്റ് UDF നിങ്ങൾ ഇലക്ഷൻ കിട്ടിയിട്ടുണ്ടോ? നിലമ്പൂർ വിട്ടുകളയാ. അത് 20,000 വോട്ട് അൻവർ പിടിച്ചില്ലെങ്കിൽ അവിടെ പുള്ളി ജയിക്കില്ലായിരുന്നു. അൻവർ 20,000 വോട്ട് പിടിച്ചിട്ട് പേരിൽ മാത്രം ജയിച്ചാണ് 10,000 വോട്ടിന്. അപ്പോൾ ഏത് സീറ്റിലാണ് നിങ്ങൾ ഈ സതീശൻ്റെ പുണ്യാളം കൊണ്ട് അല്ലെങ്കിൽ കഴിവുകൊണ്ട് പുതിയ സീറ്റ് പിടിച്ച് ഒരു സീറ്റ് പിടിച്ച് പറയാം? കാരണം ഇലക്ഷൻ 4-ലും ഞാൻ എൻ്റെ പാർട്ടി ജയിച്ചില്ലേ, ഞാനല്ലേ ഉത്തരവാദി എന്ന പാട്ട് മുല്ലപ്പള്ളി പറഞ്ഞ പോലെ. ഏതാ ജയിച്ചത്? ഉമ്മൻചാണ്ടി ജയിച്ച പുതിയതാണോ? ഉമ്മാ തോമസ് ജയിച്ച പുതിയതാണോ? മറ്റു ജയിച്ച പുതിയതാണോ? ഇപ്പോൾ നിലമ്പൂർ മാത്രം വന്നത് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് 20,000 വോട്ട് പിടിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ UDFിൻ്റെ അവസ്ഥ ഇപ്പോഴും പരങ്ങലിലാണ്. ആ പരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ അന്ന് 7 വർഷം പോലും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ആ സമുദായത്തെ നിങ്ങൾ ഒഴിവാക്കല്ലേ, അവർ അവഹേളിക്കില്ലെന്ന്.
അതൊന്നും കണക്കിലെടുത്തില്ല. കണക്കിലെടുക്കാതെ അർഹതപ്പെട്ടവരെ 100 ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പീസ് നോക്കി, ജാതി നോക്കി, മതം നോക്കി കൊടുത്ത് എന്നിട്ട് വോട്ട് ചെയ്യാൻ പറയൂ. ഇപ്പം കാണാം നമുക്ക്. ഇങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഇന്നലെ ആമുഖമായിട്ട് പറഞ്ഞേ ഇതിൻ്റെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം എന്ന് പറഞ്ഞപ്പോഴേ അവർ പറയണം നിങ്ങളെ വന്ന് തല്ലിപ്പൊളിക്കും പറയും, ഇങ്ങനെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ. അവിടെ ഒരു കാര്യം പറയാം, ആകെ ഇടകിയിരിക്കുകയാണ് സംഗതി, ആകെ പ്രശ്നമാണ്. അതിനിടയ്ക്ക് ഓരോ അഴിമതിയും കുറ്റങ്ങളും ഒക്കെ കുറവുകളൊക്കെ. ഇതിപ്പോൾ ഈ പ്രതിഭ, എനിക്ക് പ്രതിഭയെ പുകഴ്ത്തിപ്പെട്ട കാര്യമൊന്നുമില്ല, കാരണം LDF സ്ഥാനാർത്ഥിയാണ്. ആ പ്രതിഭ എന്താ സ്ത്രീയെക്കുറിച്ച് അവിടെ ലീഗനായ കായംകുളം UDF കൺവീനർ പറഞ്ഞ ഭാഷ. അപ്പോൾ അവിടെ പ്രതിഭ ജയിക്കണം ഉള്ളുകൊണ്ട് ആഗ്രഹമുണ്ട്. ഏതാ കൊല്ലത്ത് പുനലൂർ കോൺഗ്രസും ലീഗും തമ്മിൽ തെറ്റിലാണല്ലോ. ഈ കള്ളന്മാർക്കൊക്കെ എത്ര കണ്ടാലും പഠിക്കില്ല. അപ്പോഴും വ്യക്തി താല്പര്യമാണ്, സ്വാർത്ഥ താല്പര്യമാണ്. എങ്ങനെയും ഈ 71 സീറ്റ് കിട്ടാൻ വേണ്ടി ശ്രമിക്കാതെ അവിടെയും വ്യക്തി താല്പര്യം തീർക്കാണ്, വ്യക്തി വൈരാഗ്യം തീർക്കാണ്. എനിക്കില്ലെങ്കിൽ അവൻ വേണ്ട. പ്രതിഭ എന്ന എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഈ മറ്റ് എതിർ സ്ഥാനമായിട്ട് UDF ചെയർമാൻ, അവർ കാക്കയാണ്, അവരുടെ പേരെന്താണ്, ഇർഷാദ് അത്രയും പറയുമ്പോൾ അവർക്ക് എങ്ങനെ UDF ചെയർമാൻ ഇരിക്കാൻ അവസരമുണ്ട്, കഴിവുണ്ട്? ഒരു UDF ചെയർമാൻ എത്ര ദീർഘമായി എത്ര കാര്യങ്ങൾ ഒതുക്കി അന്തസ്സൂടി പറയണം. ചിലർക്ക് നമ്മൾ കണ്ടാലും മിണ്ടാതിരിക്കണം. മൗന വിദ്വാനും ഭൂഷണം. UDF കൺവീനർമാർക്കും ഭൂഷണമാണ് UDF ചെയർമാൻമാർക്കൊക്കെ. ആ ചെയർമാനെ പറഞ്ഞാൽ ആ പെണ്ണ് ചിലപ്പോൾ എനിക്കറിയില്ല, അല്പം സൗന്ദര്യം ഉണ്ടെങ്കിൽ അത് ഇലക്ഷൻ വലിയ ബാധകമാണോ? ഇപ്പം എന്തു പറ്റി? അവിടെ തെറ്റിലാണ്. അങ്ങനെ ഓരോന്നും എങ്ങനെയെല്ലാം UDF തോൽപ്പിക്കാം, എങ്ങനെ LDF സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ജനങ്ങൾ മുഴുവൻ എതിർ LDF സംഘം മനസ്സിലായി. അതുകൊണ്ട് കാര്യമില്ലല്ലോ. മുഴുവല്ല, ജനങ്ങൾ ഒരു വിഭാഗം എതിരുണ്ട്. പക്ഷെ അതിങ്ങനെ മാറ്റി എടുക്കും. ഇനിയും ദിവസം കിടക്കല്ലേ. ഇനിയുള്ള 10-25 ദിവസം കൊണ്ട് 10-15 ദിവസം കൊണ്ട് എന്തെല്ലാം മാറ്റം വരാം. അത് തന്നെയല്ല, ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക BJP സംസ്ഥാന പ്രസിഡന്റ് മാറ്റിവെക്കുക, അതിപ്പോൾ അംഗീകരിച്ചിരിക്കല്ലേ. അപ്പോൾ അത് നോക്കിയപ്പോൾ നിങ്ങൾ കേസ് ചോദിക്കോ? ഇലക്ഷൻ കഴിഞ്ഞിട്ട് ജയിച്ചാൽ മാത്രമല്ലോ, ജയിച്ചാൽ പിന്നെ ആ പ്രശ്നം തീർന്നില്ലേ. അപ്പോൾ നിങ്ങൾ കേസ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് കരുതി കൂട്ടി കൊടുക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. അതങ്ങനെ ഒരു വസ്തുതി ഇങ്ങനെ ഇതിലെടുക്കാണ് ഈ കോൺഗ്രസ് ഇങ്ങനെ ദമ്മാനത്തിനും കാണിക്കുന്നത്. രക്ഷയില്ല, അത് പ്രശ്നമാണ്, സങ്കീർണമാണ്. നാടിനൊന്നും നോക്കാം. ഇത്രയും കാലം പറഞ്ഞിട്ടും നിങ്ങൾ ആളോരി കൊടുത്താൽ മതി. അത് കൊടുക്കണമെന്ന് കർശനമായിട്ടും സ്നേഹത്തിലും സമാധാനമായിട്ടും ഭീഷണി വലുതൊക്കെ പറഞ്ഞു 7 വർഷമായിട്ട് കോൺഗ്രസ് ചെവിക്കൊണ്ടില്ല. അതിന് ബോധമുള്ള ആരെങ്കിലും കോൺഗ്രസ്സിലുണ്ടോ? ഈ സുധാകരനെ പോലുള്ള മണ്ടച്ചിരോണികളും കുറെ ഈ തീവ്രമല്ലാത്ത വികാരജീവികളേ ഉള്ളൂ. വികാരജീവിയൊന്നും രാഷ്ട്രീയത്തെ പറ്റിയല്ല. രാഷ്ട്രീയത്തിൽ വികാരം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി വികാരജീവിയല്ല. EMS വികാരജീവിയാണോ? നീ കുഞ്ഞാക്കായിട്ട് കുഞ്ഞാക്കാൻ വികാരജീവിയൊന്നുമില്ല. പുള്ളി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് എത്ര ആലോചിച്ച പറയുള്ളൂ. ഇടുത്തിയാട്ടാണോ? PC ജോർജ് പറയുമ്പോൾ അവിടെ ഇടുത്തിയാട്ടാണോ? അല്ലെങ്കിൽ സുധാകരൻ പറയുമ്പോൾ ഇടുത്തിയാണോ? കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറയുമ്പോൾ ഈ ഈ ഉമ്മൻചാണ്ടിയൊക്കെ പറയുമ്പോഴേ ആളെന്ന് തൂക്കി വാക്കുകൾ എത്ര കുറച്ച് സംസാരിക്കുന്നത്. അതായത് കൂടുതൽ സംസാരിക്കാൻ തെറ്റുവരും. കൂടുതൽ തെറ്റുവരും. അതാണ് അവസ്ഥ. എനിക്കറിയില്ല. ഇനി ഏതായാലും ഒരു 2-3 തൊട്ട് കഴിയുമ്പോൾ ഒന്നും കൂടി ഈ ആൾക്കാരെയൊക്കെ കണ്ട് ഒന്നുകൂടി ഒരു ബ്രെയിൻ വാഷ് ചെയ്ത് നോക്കാം. പറഞ്ഞാൽ മനസ്സിലാവില്ല, അപകടത്തിലേക്കാണ്. അതാണ് മനസ്സിലാക്കുന്നത്. അത് ഇനി നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സ്ഥാനമാനങ്ങൾ കൊടുത്തും അവർ ജനസംഖ്യയുടെ കണക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് പഠിച്ചു നോക്കും. അതൊന്നും പഠിക്കില്ല. അല്ലെ വീണ്ടും ചോദിക്കുകയാണ്, എന്ത് പ്രിവിലേജാണ് 10% ഉള്ളവർക്ക് 40 സീറ്റും 40% ഉള്ളവർക്ക് 30 സീറ്റും കൊടുക്കുക? എന്ത് പ്രിവിലേജാണ് അവർക്കുള്ളത്? ഇത് ഇന്ത്യ പോരല്ലേ അവരും? ഒരു വോട്ടല്ലേ ഉള്ളവർക്ക്? സതീഷ് ഇതപ്പോൾ 1000 വോട്ടുണ്ടോ? രമേശിന് 10,000 വോട്ടുണ്ടോ? നിങ്ങൾക്കൊരു ധാരണയുണ്ട് ഈ കോൺഗ്രസ്സുകാർക്ക്. കുഞ്ഞാക്കായും ഒപ്പിച്ച് തങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയറായി. അത് തെറ്റാണെന്ന് ഇതേവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ലോകത്ത് ആർക്കും സാധിക്കില്ല. ഞാൻ അതിൻ്റെ ഒരു വാക്കുകൂടി പറഞ്ഞ് നിർത്തിയേക്കാം. അതായത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 65 സീറ്റുണ്ടോ സതീഷ ഷിഹാസെ? കഴിഞ്ഞ 2 ടേമിൽ നിങ്ങളാണ് കോൺഗ്രസ് മരിച്ചത്. 5 സീറ്റിലേ ജയിച്ചുള്ളൂ, ബാക്കി 60 തോറ്റുപോയില്ലേ. അവിടെ മുസ്ലിങ്ങളില്ലേ? 50% മുസ്ലിങ്ങൾ മേഖല എടുത്തേക്കാം. അവിടെ ലീഗായിട്ടായി നിങ്ങൾ ജയിക്കില്ലേ? ലീഗ് ഉണ്ടെങ്കിൽ ലീഗ് വോട്ട് ചെയ്യും, ലീഗ് ചതിക്ക് കാണിക്കില്ല. അവിടെ ലീഗില്ല. അതിനകത്ത് ആകെ മുസ്ലിം വോട്ടർമാരിൽ 1/3 പോലും ലീഗ് അനുഭാവികളില്ലെന്നേ.
ആ മലപ്പുറം ജില്ലയിൽ കുറച്ച് ആൾക്കാർ കാണുമ്പോൾ നിങ്ങളോ കാണാൻ വേണ്ടിയോ ഇപ്പോൾ എന്താണ് സുധാകരൻ്റെ വിളിക്ക് 100-300 ആൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ സുധാകരൻ ആൾക്കൂട്ട് ആ 300 എവിടെയും വരുന്നത് അതുപോലെ മലപ്പുറം ജില്ലയിൽ കുറച്ച് സ്ത്രീ സമ്മതിച്ചു, ബാക്കി ഇല്ലെന്ന് ഇപ്പോഴും നിങ്ങളതാ പറയുന്നുള്ളൂ. മുഷ്ടികളുടെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ കളിയാക്കി അവഹേളിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. എനിക്കൊന്നും പറയാനില്ല. 2-3 ദിവസം കാത്തിരിക്കാത്ത എന്തെങ്കിലും മാറ്റോട് ഞാൻ വിളിച്ചു പറയാം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.